നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ സമയം തള്ളി നീക്കാൻ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഇത് ഹോബി ആയിട്ടുള്ളവരും ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ളവരും ഉണ്ടാവും കേട്ടോ. അതല്ലാതെ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് നോക്കാൻ പറ്റിയ കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റൂം ഒന്ന് ഡെക്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാം. ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ട്. ഓൾറെഡി ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മുറി അതെല്ലാം മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. പുതിയ ഫ്ലവേഴ്സ് വെക്കുക, പെയിന്റിങ്സ് ഒട്ടിച്ച് വെക്കുക, പുതിയ പെയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ റൂം ഒന്ന് ഫ്രഷ് ആയിട്ട് ഡെക്കോർ ചെയ്ത് വെക്കുക. അടുത്ത സ്കെച്ചിങ്ങും പെയിന്റിങ്ങും ആണ്. പടം വരയ്ക്കാൻ അറിയോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമേ അല്ല. നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. പിന്നെ റഫ് സ്കെച്ചിങ് ഉണ്ട്, കാർട്ടൂൺ വരച്ച് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് നമ്മുടെ നേരം പോകാൻ സ്കെച്ചിങ് വളരെയധികം സഹായിക്കും. പിന്നെ ഇത് ഭയങ്കര റിലാക്സ് ചെയ്യുന്ന ഭയങ്കര ഒരു തെറാപ്പി കൂടിയാണ്. ആർട്ടിൽ ഒരുപാട് മേഖലയുണ്ട്. അതിൽ സ്കെച്ചിങ്ങും പെയിന്റിങ്ങും വാട്ടർ കളറും ഓയിൽ പെയിന്റിങ്ങും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത കുക്കിംഗ് ആണ്. വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിലുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ സമയം വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തത് റൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു കണ്ടന്റും ടോപ്പിക്കും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെപ്പറ്റി മാക്സിമം അതിന്റെ യൂസസോ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ അതിനെ വർണ്ണിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതി നമുക്ക് മാക്സിമം നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ മേഖലയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോറേഷൻ ചെയ്യാം. അടുത്തത് ഗാർഡനിങ് ആണ്. ഗാർഡനിങ് നമ്മൾ എല്ലാവരും ചെടി നടുക, വെള്ളം ഒഴിക്കുക. അത് കൂടാതെ പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുക, ബഡ് ചെയ്യുക, എയർ ലെയറിങ് ഇതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് പഠിച്ചിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ ബോഗൺവില്ലയിൽ പല കളർ പൂക്കളൊക്കെ വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഡനിങ്ങിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടും. അടുത്തത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ നമ്മൾ പണ്ട് ചെയ്തത് ആ ഒരു മെത്തേഡിലൂടെയാണല്ലോ. അപ്പോൾ അതുപോലെ ആവശ്യമില്ലാത്ത ടയറോ ക്ലോത്തോ പാത്രങ്ങളോ എന്താണെങ്കിലും മാക്സിമം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ റീസൈക്കിൾ ചെയ്ത് മാക്സിമം അല്ലാത്തതൊക്കെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്താൽ മതി. അടുത്തത് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്പോട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഐറ്റം തന്നെ നമുക്ക് പല സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ചെറിയ വസ്തു ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ടൈമിലും ഏരിയയിൽ വെച്ചിട്ട് മാക്സിമം നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുമോ, നമ്മുടെ വീട്ടിലുള്ള ചെടികളും പൂക്കളും അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. അപ്പോൾ ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്, മൈക്രോ ഫോട്ടോഗ്രാഫി ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. ഒരു ചെറിയ ഉറുമ്പിന്റെ ക്ലോസപ്പ് പോലും ട്രെൻഡിങ് ആവുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റൈലിംഗ്. നമ്മുടെ തന്നെ പുതിയ ഡ്രസ്സുകൾ ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാന്നുള്ളത് അറേഞ്ച് ചെയ്ത് വെക്കുക, അതിലൊന്ന് പ്രസന്റ് ചെയ്തെടുക്കുക. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മൾക്ക് തന്നെ പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഈ സമയം നല്ലതായിരിക്കും. അത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതായിരിക്കും ഈ ഒരു ഇത്. പിന്നെ മൈൻഡ് ഗെയിമിംഗ് ആണ്. നമുക്ക് മൈൻഡ് ഗെയിമിംഗ് ഈ സമയത്ത് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നതാണ്, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് മാക്സിമം സുഡോക്ക് പോലെയുള്ള ഗെയിംസ് സിമ്പിൾ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചെസ്സ് അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലോ, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാത്ത ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് കൂടി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ സ്കിൽ ഉണ്ടെന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്ന ഒരു ടൈമൊക്കെ ആയിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും സാധിക്കും. നല്ലൊരു ബ്രേക്കുമാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ലൊരു ബ്രേക്കുമായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ്സിനൊക്കെ മാറ്റാനായിട്ട് സാധിക്കും.